നമുക്കിന്നൊരു സമൂസ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് സമൂസ ഷീറ്റിനായിട്ട് ഗോതമ്പ് പൊടി, ഉപ്പ്, പാല്, വെള്ളം ഇവ ചേർത്ത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് മാവ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം. കറിവേപ്പില, പെരുംജീരകം, പച്ചമുളക്, സവാള ഇവയെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് ചേർത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സമൂസ ഷീറ്റിനായിട്ട് മാവ് ചെറിയ ഉരുളകളാക്കി പരത്തി ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. ആ ഹാഫ് കുക്ക് ചെയ്തെടുത്ത ചപ്പാത്തി സമൂസ ഷീറ്റിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഉരുളകളും പരത്തി ചുട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ മടക്കി അതിനകത്തോട്ട് ഫില്ലിങ് നിറച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദാമാവ് ശകലം വെള്ളത്തിൽ കലക്കി എടുത്തു വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഷീറ്റിനകത്തെല്ലാം ഫില്ലിങ് നിറച്ച് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് ഈ സമൂസകളെല്ലാം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് നമുക്ക് വാങ്ങിയെടുക്കാം. അങ്ങനെ ചൂടേറിയ അടിപൊളി സമൂസ റെഡി.